യൂറോപ്പിൻ്റെ തെക്ക് കിഴക്ക് മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യമായ അൽബേനിയയിൽ 2 രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 1913 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ലൂയിജി പാലിക്, 1927 രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ഡോൺ ഗസൂലി എന്നിവരെ ഇക്കഴിഞ്ഞ നവംബർ 16 ശനിയാഴ്ചയാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. അൽബേനിയയിലെ ഷ്കോദർ അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമറാരോ പ്രഖ്യാപനം നടത്തി. 1877 ഫെബ്രുവരി 20 അൽബേനിയയിലെ യെൻയേവോയിലാണ് ലൂയിജി പാലിക്കിന്റെ ജനനം. മൂത്ത സഹോദരൻ ആഞ്ചലോയുടെ മാതൃക പിൻചെന്നുകൊണ്ട് ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്ന അദ്ദേഹം 1901 ഇറ്റലിയിലെ ബോളോഞ്ഞയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് അൽബേനിയയിലേക്ക് മടങ്ങിയ അദ്ദേഹം പ്രധാനമായും ഇടവകകളിൽ അജപാലന ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. 1912 1913 കാലയളവിലെ പ്രഥമ ബാൾക്കൻ യുദ്ധവേളയിലായിരുന്നു ഫാദർ പാലിക്കിന് ജീവൻ ഹോമിക്കേണ്ടി വന്നത്. കത്തോലിക്ക വിശ്വാസം വെടിഞ്ഞ് ഇതര വിശ്വാസം ആശ്ലേഷിക്കാൻ ജനങ്ങളുടെ മേൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ അചഞ്ചലരായി നിലകൊള്ളാൻ അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം തടങ്കലിലാകുകയും കാരാഗൃഹത്തിൽ വെച്ച് പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസം ത്യജിക്കാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തെ 1913 മാർച്ച് 7 വെടിവെച്ച് കൊന്നു. ഓ യേശുവേ, ഇത് നിന്നോടുള്ള സ്നേഹത്തിന് വേണ്ടിയാകട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം മരണം വരിച്ചത്. 1893 മാർച്ച് 26 അൽബേനിയയുടെ വടക്ക് ഭാഗത്തുള്ള അൽബേനിയയിലെ സാപ്പ രൂപതയിലെ ഡാജ് ഡി സദ്രിമയിലാണ് ഡോൺ ജോൺ ഗസൂലിയുടെ ജനനം. 1905 ഷ്കോദറിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് റോമിലെ ഉർബനിയാന പൊന്തിഫിക്കൽ കോളേജിൽ ചേർന്നു. എന്നാൽ 1913 ക്ഷയരോഗബാധിതനായതിനാൽ സെമിനാരി വിടുവാൻ നിർബന്ധിതനായി. ആരോഗ്യം വീണ്ടെടുത്ത അദ്ദേഹം 1916 1919 കാലയളവിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ജസ്യൂട്ട് സമൂഹത്തിലായിരുന്നു. എന്നാൽ വീണ്ടും രോഗബാധിതനായതിനാൽ അൽബേനിയയിലേക്ക് തിരിച്ചു പോവുകയും 1919 ആഗസ്റ്റ് 4 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. അക്കാലത്തെ അൽബേനിയയുടെ പ്രസിഡന്റ് അജ്മത് കത്തോലിക്ക സഭയോട് കനത്ത വിദ്വേഷം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾക്കനുസൃതം അജപാലന സേവനം ചെയ്യുന്ന വൈദികരോട് അദ്ദേഹം ശത്രുത പുലർത്തിയിരുന്നു. 1926 നവംബറിൽ പൊട്ടിപ്പുറപ്പെട്ട സ്ലോഗു വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്തം ഇടവക വികാരിയായ ഫാദർ ഗസൂലിയുടെ മേൽ ആരോപിക്കുകയും 1926 ഡിസംബർ 26 അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. മതപീഡനം മറച്ചുവെക്കുന്നതിന് ലഹളയുടെ കാരണക്കാരനാക്കി രാഷ്ട്രീയ കോടതി 1927 ഫെബ്രുവരി 10 അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. 1927 മാർച്ച് 5 ഷ്കോദറിൽ വെച്ച് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയായിരുന്നു. ജീവശ്വാസം വെടിയുന്നതിന് മുൻപ് ജോൺ ഗസൂലിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ നിരപരാധിയായി ജീവൻ വെടിയുന്നു. നമ്മുടെ രാജാവായ ക്രിസ്തു നീണാൽ വാഴട്ടെ. കത്തോലിക്ക സഭ നീണാൽ വാഴട്ടെ. മാർപ്പാപ്പ നീണാൽ വാഴട്ടെ. വാഴ്ത്തപ്പെട്ടവരുടെ പുതിയ പ്രഖ്യാപനത്തോടെ 2016 വത്തിക്കാൻ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച 38 അൽബേനിയൻ രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ഇവരുടെ പേരുകളും ചേർക്കപ്പെട്ടു.